നമസ്കാരം. 2025 ജനുവരി 1 മുതൽ ദുബായിലെ ആരോഗ്യ മോട്ടോർ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ. ഹെൽത്ത് കെയർ, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവയുടെ ചെലവുകളിലുണ്ടായ വർധനവാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വാഹന ഇൻഷുറൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ പ്രകടമായ വർധനവ് കാണും എന്നാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം 5% മുതൽ 20% വരെ വർദ്ധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പ്രീമിയത്തിലെ ഈ വർധനവിന് സമാനമായി എമിറേറ്റിലെ താമസക്കാർക്ക് കൂടുതൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും മേഖലയിലുള്ളവർ പറയുന്നു. ആഗോളതലത്തിലുണ്ടായ വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് അനുസൃതമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യുഎഇയിലും പണപ്പെരുപ്പം വർദ്ധിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ 5 മുതൽ 6% വരെയാണ് പണപ്പെരുപ്പം വർദ്ധിച്ചതെങ്കിൽ യുഎഇയിൽ ഇത് ശരാശരി 2%-ൽ താഴെയാണ്. എന്നിരുന്നാലും ഇതിന്റെ പ്രതിഫലനം ഇൻഷുറൻസ് പ്രീമിയങ്ങളിലും പ്രകടമാകും. പാൻഡമിക് കാലഘട്ടത്തിലെ കിഴിവുകൾ പിൻവലിച്ചതും പ്രീമിയങ്ങളിലെ വർധനയ്ക്ക് കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പുതിയ സർക്കുലർ അനുസരിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളും കവറേജ് ആനുകൂല്യങ്ങളും 2025 ജനുവരി 1 മുതൽ പരിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പോളിസി ബസാർ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്.